അപ്പോൾ ഇന്ന് എന്തായാലും ആലപ്പുഴയ്ക്കൊന്ന് പോകാമെന്ന് വെച്ചു. എൻ്റെ കൂടെ അപ്പോൾ എൻ്റെ വൈഫും 2 മക്കളും അളിയനും ഉണ്ട്. ടാറ്റയൊക്കെ പോകുന്നതുകൊണ്ട് ഇശിക്കുട്ടനും ഇതുക്കുട്ടനും മിടുക്കികളായിട്ടിരിപ്പുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും കൊള്ളാം, നല്ല വെയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഇറങ്ങി. ചായ കുടിക്കാൻ പറ്റിയില്ല, അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ഒന്ന് ചായ കുടിക്കണം. ഞങ്ങൾ പുതുപ്പള്ളിയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. പുതുപ്പള്ളി ഞാലിയാകുഴി വഴി ചങ്ങനാശ്ശേരി, അങ്ങനെയാണ് റൂട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാലിയാകുഴി എത്തി ഏകദേശം. ഇശിക്കുട്ടനപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്നു. ചേട്ടൻ്റെ കൂടെ കാഴ്ചയൊക്കെ കണ്ട് മിടുക്കിയായിട്ടിരിപ്പുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാറേപ്പള്ളി. സ്ഫടികം സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമയിലെ കുറേ ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ സൺഗ്ലാസ് ചോദിക്കുന്ന സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇത് ശരിക്കും പുതിയ പള്ളിയാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് എടത്തോപ്പള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ എടത്തോപ്പള്ളിയിലേക്ക് തിരിയുന്ന വഴിയാണിത്. ശരിക്കും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ക്ലൈമറ്റൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങി. ചെറിയൊരു മഴയുടെ ഒരു ചെറിയ ചാൻസൊക്കെ തോന്നുന്നുണ്ട്. വഴിയൊക്കെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 സൈഡും വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല രസമുണ്ട് കാണാൻ. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ട് നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇവിടെ എത്തിയപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ ശരിക്കും മാറി. നല്ല കാറ്റുണ്ട്, പിന്നെ മഴ പെയ്യുന്നതിൻ്റെ ഒരു സൂചനയൊക്കെ കിട്ടി തുടങ്ങി. നോക്കിയാൽ കാണാൻ പറ്റും, അങ്ങ് ദൂരെ നല്ല കാർമേഘമൊക്കെ മൂടി മഴ പെയ്യുന്നൊരു ഇതിലേക്ക് ആയിക്കണ്ടോ. നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ നിന്ന് മഴ വന്നു ശരിക്കും. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ മഴ പെയ്തു. നല്ല അടിപൊളി മഴയാണ്. ഇവിടെ ഒന്ന് മഴ പെയ്ത് പോയിന്ന് തോന്നുന്നു. റോഡൊക്കെ വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ല 2 സൈഡും നല്ല വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല രസമുണ്ട് കാണാൻ വഴി രണ്ടും. ഞങ്ങൾ എടത്തോപ്പള്ളി എത്തി. അപ്പോൾ പള്ളിയിലൊന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വെച്ചു. പള്ളിയുടെ പരിസരമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കളർഫുള്ളായിട്ട് ആകാശവും എല്ലാം നല്ല ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ചായ കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇശിക്കുട്ടനും ഇതുകൂട്ടനും പിന്നെ മിഠായി കണ്ടുകൊണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ എടത്വ പള്ളിയിൽ വന്ന് പുണ്യാളിനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ് ആലപ്പുഴയ്ക്ക്. അങ്ങനെ ആലപ്പുഴ ബീച്ചെത്തി. എന്തായാലും ഭാഗ്യം, ഇവിടെ വന്നപ്പോൾ മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. ഇശിക്കുട്ടനും ഇതിക്കുട്ടനും വെള്ളത്തിലിറങ്ങാണ്ട് ഒരു മനസ്സമാധാനമില്ല. അതുകൊണ്ട് എന്തായാലും അവരെ വെള്ളത്തിലിറക്കാമെന്ന് വെച്ചു. ഒരുപാട് നേരം വെള്ളത്തിൽ നിർത്തിയില്ല, കാരണം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരയുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ സെക്യൂരിറ്റി അവർ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചിട്ട് രണ്ടുപേരും കയറ്റി. അല്ലെങ്കിൽ ശരിയാവില്ല, ഇനി വെള്ളത്തിൽ നിന്ന് കയറില്ല. അങ്ങനെ ഒരു തരത്തിൽ രണ്ടുപേരെ എടുത്ത് ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലുണ്ട്, അവിടെ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോഴാണ് രണ്ടുപേർക്ക് ചെറിയൊരു ആശ്വാസമായത്. പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ ലൈറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ രണ്ടുപേരും കളിച്ച് മടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തോളി കയറ്റി. കുതിരയൊക്കെ പോകുന്നുണ്ട്. എന്തോ രണ്ടുപേരും കുതിരയിൽ നിന്ന് കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. ഈ കാണുന്ന ഒരു യുദ്ധക്കപ്പലാണ്. ഗോവ ഷിപ്പ്യാർഡിൽ ഇസ്രായേലിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഒരു അതിവേഗ യുദ്ധക്കപ്പലാണിത്. തീരക്കടലിൻ്റെ സുരക്ഷയ്ക്കും കാവലിനുമൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നേരം സന്ധ്യയായി തുടങ്ങി. ഞങ്ങളപ്പോൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ വീട്ടിലോട്ടുള്ള യാത്രയിലാണ്.